സുഹൃത്തുക്കളെ നമസ്കാരം. നമുക്ക് വലിയൊരു പ്രശ്നമുണ്ടാകുമ്പോൾ, വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കൾ കട്ടയ്ക്ക് കൂടെ നിൽക്കും എന്നാണ്. എന്നാൽ നമ്മൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി കാണുന്ന ആളുകൾ നമ്മുടെ പ്രശ്നങ്ങളിൽ നമുക്കൊപ്പം നിന്നില്ല എന്ന് മാത്രമല്ല, നമുക്കിട്ട് പണി തന്നവരെ ന്യായീകരിക്കുക കൂടി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം വലിയ ചതിയുണ്ടോ? അത്ര വലിയ കൊടുംചതിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയോട് കാണിച്ചിരിക്കുന്നത്. പഹൽഗാമിലെ തീവ്രവാദ ആക്രമണത്തിൽ രാജ്യം മുഴുവൻ വലിയ ദുഃഖത്തിലാണ്. മോദി സർക്കാരിന്റെ സുരക്ഷാ വീഴ്ചയുടെ വലിയ കാരണത്താൽ നിരപരാധികളായ 28 പേരുടെ ജീവനാണ് പാകിസ്ഥാനിൽ നിന്ന് വന്ന തീവ്രവാദികൾ കവർന്നെടുത്തത്. മോദി ട്രംപിനെ വിളിക്കുന്നത് തന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നാണ്. അതുപോലെ തന്നെ മോദിയുടെ മന്ദഭക്തരെല്ലാം ട്രംപിന് വേണ്ടി, ട്രംപിന്റെ വിജയത്തിനു വേണ്ടി, ട്രംപിന്റെ ആയുസിനു വേണ്ടി പൂജയും അർച്ചനയും എല്ലാം ചെയ്തവരാണ്. ട്രംപ് അമേരിക്കയിൽ ഭരണത്തിൽ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം ലോകത്തെ മൊത്തം ഗ്രേറ്റ് ആക്കും എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. Great again. Vote for Donald Trump. Make world great again. Vote for Donald Trump. അമേരിക്കയെ ട്രംപ് ഹിന്ദുരാഷ്ട്രം ആക്കും എന്നുവരെ വിഡ്ഢിത്തം പറയാൻ ഇവർ മടിച്ചില്ല. പ്രത്യേകിച്ച് മോദി ഭരണത്തിൽ കയറിയതു മുതൽ അമേരിക്കയെയാണ് ഏറ്റവും അടുത്ത സുഹൃത്തായി മോദി കണ്ടത്. ട്രംപിന്റെ 2020 ഇലക്ഷനിൽ മോദി അമേരിക്കയിൽ ചെന്ന് ഹൗഡി മോദി നടത്തിയതാണ്. അത് മാത്രവുമല്ല, ട്രംപിനെ ഇന്ത്യയിൽ വിളിച്ചുകൊണ്ടുവന്ന് പട്ടിണിയെല്ലാം പടുതാകണ്ടു മറിച്ച് ഗുജറാത്തിൽ വെച്ച് നമസ്തേ ട്രംപ് പരിപാടി വരെ നടത്തിയ ആളാണ് മോദി. ആ ട്രംപാണ് പഹൽഗാമിൽ ഇപ്പോഴുണ്ടായ തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് അതിനെ ഒന്ന് അപലപിക്കാൻ പോലും തയ്യാറാവാത്തത്. പാകിസ്ഥാനെതിരെ ഒരു വാക്കുകൾ പോലും സംസാരിച്ചില്ല എന്ന് മാത്രമല്ല, പാകിസ്ഥാനും തന്റെ വളരെ അടുത്ത സുഹൃത്താണ് എന്ന് പറയുക എന്നുകൂടി വെച്ചാൽ എത്ര വലിയ കൊടുംചതിയാണ് ട്രംപ് ഇന്ത്യയോട് ചെയ്തത് എന്ന് ഓർക്കണം. ഇവിടെ ട്രംപ് പറഞ്ഞത് ഇങ്ങനെയാണ്: Kashmir's been going on for 1,000 years, probably longer than that. And it's a bad one yesterday, though. That was a bad one. Over 30 people. Are you concerned that there's now tensions on the border between them? Are you concerned that how are you continue about that? Well, there have been tensions on that border for 1,500 years. So, you know, the same as it's been. But they'll get it figured out one way or the other. I'm sure that I know both leaders. There's great tension between Pakistan and India, but there always has been. ഞാൻ ഇന്ത്യയോടും പാകിസ്ഥാനോടും വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്നവനാണ്. ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള അതിർത്തി തർക്കം ആയിരക്കണക്കിന് വർഷങ്ങളായി തുടരുന്നതാണ്. കാശ്മീർ പ്രശ്നം 1000 വർഷങ്ങളായി, ഒരുപക്ഷെ അതിലും കൂടുതലായി തുടർന്നുകൊണ്ടു പോകുന്നതാണ്. ഇപ്പോൾ നടന്നിരിക്കുന്നത് ഒരു മോശമായ കാര്യമാണ്. 1500 വർഷങ്ങളായി ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ പ്രശ്നങ്ങളുണ്ട്. അത് അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർ ഇതിന് ഒരു മാർഗം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കണ്ടെത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. 2 രാജ്യങ്ങളിലെയും നേതാക്കളെ എനിക്ക് അടുത്തറിയാം. ഇന്ത്യയും പാകിസ്ഥാനുമായി വലിയ പ്രശ്നമുണ്ട്. പക്ഷേ അത് ഇപ്പോൾ തുടങ്ങിയതല്ല, എപ്പോഴും ഉണ്ടായിരുന്നതാണ്. ഒന്ന് ഓർക്കണം ഇയാൾ എന്താണ് പറഞ്ഞത് എന്ന്. 1500 വർഷങ്ങളായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിർത്തിയിൽ പ്രശ്നങ്ങളുണ്ട്. അത് ഇപ്പോഴും തുടർന്നു പോകുന്നു. ഇപ്പോൾ നടന്നിരിക്കുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണ്. ഇതിനെ ഒരു ഭീകരാക്രമണം എന്ന് പറയാൻ പോലും ട്രംപ് തയ്യാറായില്ല. 2 രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരും തന്റെ അടുത്ത സുഹൃത്തുക്കളാണ് അത്രേ. അവർ 2 പേരും ചേർന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തുമെന്ന് ട്രംപിന് ഉറപ്പാണ് എന്ന്. ഈ ഭീകരാക്രമണത്തിന്റെ പേരിൽ പാകിസ്ഥാനെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്നതിന് പകരം 2 രാജ്യങ്ങളും തന്റെ സുഹൃത്താണ് എന്ന് പറയുക. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി അമേരിക്കയിൽ വന്ന് ട്രംപിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയിട്ടില്ല. ട്രംപിനെ കെട്ടിപ്പിടിച്ച് ഉമ്മവച്ച് തന്റെ അടുത്ത സുഹൃത്താണ് എന്ന് പറഞ്ഞിട്ടില്ല. പാകിസ്ഥാനിൽ ട്രംപിനെ വിളിച്ചുകൊണ്ടുപോയി നമസ്തേ ട്രംപ് പരിപാടി നടത്തിയിട്ടില്ല. എന്നിട്ടും പാകിസ്ഥാൻ ഇന്ത്യയെ പോലെ തന്നെ ട്രംപിന് സുഹൃത്താണത്രേ. പാകിസ്ഥാനെ വിമർശിച്ചില്ല എന്ന് മാത്രമല്ല, ഈ ആക്രമണത്തെ ഭീകരാക്രമണം എന്ന് വിളിക്കാനോ ഇതിനെ അപലപിക്കാനോ പോലും തയ്യാറായില്ല. പാകിസ്ഥാൻ ഒരു പൂർണ്ണമായി പരാജയപ്പെട്ട രാജ്യമാണ്. അവരാണ് ലോകത്തിൽ നടക്കുന്ന മിക്കവാറും എല്ലാ തീവ്രവാദ ആക്രമണങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇതെല്ലാം നടത്തുന്നത് പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ മൗന അനുവാദത്തോടെയാണ് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. ഇന്ത്യയിൽ നടന്നിട്ടുള്ള
എല്ലാ തീവ്രവാദ ആക്രമണങ്ങളുടെ പിന്നിലും പാകിസ്ഥാനാണ്. എന്നിട്ട് അവരെ തന്റെ സുഹൃത്ത് എന്ന് വിളിക്കുകയും ട്രംപിനെ ഏറ്റവും അടുത്ത സുഹൃത്തും ഹിന്ദുക്കളുടെ സംരക്ഷകനും എന്ന് പറയുന്ന ഇന്ത്യക്കാർക്ക് ഒരു മാനസിക പിന്തുണ പോലും നൽകിയുമില്ല. ഇന്ത്യ അമേരിക്കയുടെ വലിയ ഒരു ട്രേഡിംഗ് പാർട്ട്ണർ കൂടിയാണ് എന്ന് ഓർക്കണം. അതുപോലെ തന്നെ ചൈനയുടെ അധീശത്തെ തടയുന്നതിന് ലോകത്തിലെ 20% ജനങ്ങൾ താമസിക്കുന്ന ഇന്ത്യയുടെ സപ്പോർട്ട് അമേരിക്കയ്ക്ക് ആവശ്യമാണ്. അതുപോലെ വളർന്നു വരുന്ന വലിയ ഒരു മാർക്കറ്റാണ് ഇന്ത്യ. എന്നാൽ ഇതൊന്നും കണക്കിലെടുക്കാൻ ട്രംപ് തെല്ലും തയ്യാറായില്ല. ഏറ്റവും കുറഞ്ഞത് അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ തീവ്രവാദം അവസാനിപ്പിക്കാൻ രണ്ട് രാജ്യങ്ങളുടെയും ഇടയിൽ ഒരു മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണ് എന്ന് പോലും പറഞ്ഞില്ല. അതുപോലെ ഇപ്പോൾ നടന്ന ഈ തീവ്രവാദ ആക്രമണം ഏറ്റവും നിന്ദനീയമായ ഒന്നാണ് എന്ന് ഓർക്കണം. കാരണം ഇന്ത്യൻ സൈനികരുടെ മേലല്ല ഇവർ ഈ ആക്രമണം നടത്തിയത്, മറിച്ച് നിരപരാധികളായ വെറും സാധാരണക്കാരായ ഇന്ത്യൻ പൗരന്മാരെയാണ് ഇവർ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. അത്രയും ഹീനമായ ആക്രമണം നടന്നിട്ടും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ലോക പോലീസാണ് എന്ന് അവകാശപ്പെടുന്ന അമേരിക്കയുടെ പ്രസിഡന്റിൽ നിന്ന് ഉണ്ടായത് വളരെ നിരാശാജനകമാണെന്ന് പറയാതെ വയ്യ. ഇങ്ങനെ ഒരാളെയാണല്ലോ നരേന്ദ്രമോദി തന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് എന്നും പറഞ്ഞ് കാണുമ്പോഴെല്ലാം അളിഞ്ഞു കയറി കെട്ടിപ്പിടിക്കുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ഏറ്റവും വലിയ കൊടുംചതിയാണ് ഇന്ത്യയോട് കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ കാരണം മറ്റൊന്നുമല്ല, മോദിയുടെ കീഴിൽ ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യക്ക് യാതൊരു പ്രസക്തിയും ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നത് മാത്രമാണ്. ഇങ്ങനെയൊരു സുഹൃത്തിനെ നമുക്ക് ആവശ്യമുണ്ടോ എന്ന് ഇരുത്തി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. താങ്ക് യു.